അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഖുർആൻ സമ്മേളനത്തിൻ്റെ സമാപനത്തിലേക്ക് പരമകാരുണികനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ വന്നു ചേർന്നിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയുടെ സൗത്ത് ജില്ല, അതിൻ്റെ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ഖുർആനിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിൻ്റെ ആശയപ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള വിവിധ മേഖലകളെ നോക്കിക്കാണുകയായിരുന്നു നാം ഈ സമ്മേളനത്തിലൂടെ. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഈ സമ്മേളനം ഇൻഷാ അല്ലാഹ് നടക്കും. നടന്ന് കഴിഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. മാറ്റം ഖുർആനിലൂടെ എന്ന വിഷയത്തെ പ്രാമാണികമായി നോക്കിക്കാണുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം. അന്ധകാര നിബിഡമായ ജാഹിലിയത്തിൻ്റെ അഥവാ അറിവില്ലായ്മയുടെ അജ്ഞതയുടെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് ലോക ചരിത്രം എഴുതിയിട്ടുണ്ട്. ചരിത്രത്തിലെ പുരാതനമായ, ചരിത്രത്തിൻ്റെ ആധുനികമായ അഗാധമായ പഠനങ്ങളെല്ലാം തന്നെ മനുഷ്യനെന്ന മഹാസൃഷ്ടിയെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ആരാണ് മനുഷ്യൻ? ഇവിടെ മാറ്റം, പരിവർത്തനം എന്ന ഒരു മനോഹരമായ പദം നമ്മൾ ഉപയോഗിക്കുന്നത് കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ ഒന്നുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ജീവി മാറ്റം ആഗ്രഹിക്കാത്ത, മാറാത്ത ജീവജാലങ്ങളാണ്. ഒരു സൃഷ്ടിക്കും ഒരു മാറ്റവും കാലം എത്ര മുന്നോട്ട് പോയാലും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് ആദ്യം നമുക്കുണ്ടാകണം. നന്നാവുകയും കേടുവരികയും വീണ്ടും നന്നാവുകയും വീണ്ടും കേടുവരികയും ഒടുവിൽ ചിലപ്പോൾ മഹാനായി മരിക്കുകയും ചിലപ്പോൾ അധമനായി മരിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സൃഷ്ടി ഇത് മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് വകസീറൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, നാം സൃഷ്ടിച്ച സൃഷ്ടികളിൽ വഫല്ലൽനാഹും അലാ കസീറിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, മനുഷ്യൻ എന്ന ബുദ്ധിജീവിക്ക് വലിയ പ്രാധാന്യമുണ്ടായത് വലഖദ് കറംനാ ബനി ആദം എന്ന പദത്തിലൂടെ, എന്ന ഖുർആനിക വചനത്തിലൂടെ, 17 അധ്യായത്തിന്റെ 70-ാമത്തെ വചനത്തിലൂടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോൾ ആദ്യം പറയേണ്ട ഒരു പോയിന്റ്, ഈ ഗ്രന്ഥം ഒന്നിച്ചെഴുതി രേഖപ്പെടുത്തി 2 ചട്ടക്കുള്ളിലായി മനുഷ്യന്റെ കൈകളിലേക്ക് ഇറക്കിക്കൊടുത്തൊരു ഗ്രന്ഥമല്ല. ഒരുപാട് ഗ്രന്ഥങ്ങൾ ലൈബ്രറികളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അനേക സാഹിത്യകാരന്മാരുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ മലയാളത്തിൽ എഴുതപ്പെട്ട എത്രയോ പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ ചില യൂണിവേഴ്സിറ്റികളുടെ ലൈബ്രറികളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് വായിക്കാനോ നമുക്ക് ഉപയോഗിക്കാനോ പറ്റാത്ത വിധത്തിലുള്ള രചനകൾ, കാലം മാറുന്നതിനനുസരിച്ച് ഭാഷയും ശൈലിയും രൂപവും ചരിത്രവും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സൃഷ്ടിയും മാറുന്നില്ല. നേരത്തെ ഇവിടെ പറഞ്ഞ തേനീച്ച,
സോമർദാമിനെ കുറിച്ച് റഷീദ് അവിടെ പറഞ്ഞു, തേനീച്ചയുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി 10 കൊല്ലം മുമ്പ് വേറൊരു ശൈലി, 10 കൊല്ലത്തിന് ശേഷം വേറൊരു ശൈലി, ഇനി വരാനിരിക്കുന്ന ഒരു 10 കൊല്ലം വേറെ ഒരു ശൈലി ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ബീവർ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആ സൃഷ്ടി, അതിന്റെ ഒരു കുഞ്ഞും നാളെ ഡോക്ടറാവില്ല, നാളെ മദ്യപാനിയാവില്ല. അച്ഛൻ എങ്ങനെയാണോ അമ്മ എങ്ങനെയാണോ ഈ കൂട് നിർമ്മിച്ചത്, എങ്ങനെയാണോ ജീവിച്ചത്, എന്താണോ ശൈലി, അതിലപ്പുറത്തേക്ക് ഒരു പുതിയ ജീവിതമോ അതിലൊരു അധമത്വമോ അതിലൊരു പുരോഗതിയോ ആ സൃഷ്ടികൾക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആരും പറയാറില്ല ഈ പട്ടി കഴിഞ്ഞ ആഴ്ച മദ്യപാനിയായിരുന്നു ഇപ്പം നല്ലതായി, ഇതിന്റെ ഭാര്യയോട് മോശമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇപ്പം വളരെ ബെറ്ററായി എന്നൊരാളും പറയില്ല. പക്ഷെ വൈൻകാനു മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു. വൈൻകാനു ആയിരുന്നു മിൻ ഖബിൽ, ഇതിനു മുമ്പ്. ഏതിനു മുമ്പ്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഏതിനു മുമ്പ്? വൈൻകാനു അവരായിരുന്നു, മിൻ ഖബിൽ ഇതിനു മുമ്പ് എന്തായിരുന്നു? ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു. ആര്? ആ നാട്ടിലെ ഒട്ടകമോ? ആ നാട്ടിലെ നായും പന്നിയും കോഴിയുമോ? എന്തായിരുന്നു? 2 കാലിൽ നിന്ന മനുഷ്യൻ, മാതാവിന്റെ ഉദരത്തിൽ വരുന്ന മനുഷ്യൻ. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ എന്ന് അല്ലാഹു 16-ാം അധ്യായം 78-ൽ പറഞ്ഞ മനുഷ്യൻ ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവനായി മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രക്രിയയിലൂടെ 3 ലിറ്ററുകൾക്കുള്ളിലെ ആ തന്റെ കാലഗണന തള്ളി നീക്കി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോ ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയുമായിരുന്നില്ല. മുലക്കണ്ണുകൾ തേടി പാല് കുടിക്കുവാൻ ഒരു കുഞ്ഞിന് സാധ്യമായിരുന്നില്ല. കരയാനല്ലാതെ ആ കരച്ചിൽ കേട്ട് ഓടിയടുക്കുന്നത് ഉമ്മയാണ്. ഉമ്മാന്റെ മാറിടത്തിലേക്ക് ഒരു കുഞ്ഞും ഓടിയടുത്ത് മുല കുടിച്ച ചരിത്രം കുഞ്ഞുനാളിലില്ല, വളർന്നു വരുമ്പോഴല്ലാതെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ സൃഷ്ടിജാലങ്ങളൊന്നും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അറിയുക, ഈ വേദഗ്രന്ഥം, മനുഷ്യനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഈ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥമായ കേന്ദ്ര ബിന്ദു മനുഷ്യനാണ്, ഇൻസാനാണ്. അല്ലമൽ ഇൻസാൻ മാ ലം യഅലം, അറിവില്ലാത്തത് മനുഷ്യനെ പഠിപ്പിച്ചു എന്നാണ് അല്ലാഹു പറയുന്നത്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അല്ലമഹുൽ ബയാൻ അല്ലമഹുൽ ബയാൻ. 55-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിലെ ഈ അല്ലമഹുൽ ബയാൻ അത് മനുഷ്യനല്ലാതെ വേറൊരാൾക്ക് വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ. സൂറത്ത് ബഖറയാണ്. സമയത്തിന്റെ കുറവ് കൊണ്ട് അധ്യായവും വചനവും ഞാൻ പറയുന്നില്ല, ആർക്കും സുപരിചിതമാണ്. എവിടെയാ മാറ്റം? ആരാ മാറേണ്ടത്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, ഒരു ജനത ഒരിക്കലും മാറുകയില്ല. അവരുടെ നിലപാടുകൾ അവർ മാറ്റാത്ത കാലത്തോളം അല്ലാഹു അവരെ മാറ്റുകയില്ല. ഒരു മൃഗത്തെക്കുറിച്ചും അല്ലാഹു പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മൃഗം അതിന്റെ നിലപാട് മാറ്റാത്ത കാലത്തോളം അല്ല ഇടപെടില്ല എന്ന് റഹ്മാനായ റബ്ബ് കോടിക്കണക്കിന് ജീവജാലങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇൻസാൻ എന്ന സൃഷ്ടി ഇതിൽ നിന്നെല്ലാം വിഭിന്നമാണ്. വസ്ത്രമില്ലാത്ത ആരും ഇവിടെയില്ല, വസ്ത്രമില്ലാത്ത ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കില്ല. നഗ്നരായി നമ്മൾ ആരും ഇവിടെ നടക്കാറില്ല, നടക്കുന്നവരില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നു, മനുഷ്യൻ യൂണിവേഴ്സിറ്റി നിലനിർത്തുന്നു, മനുഷ്യൻ സ്കൂളുകൾ നിർമ്മിക്കുന്നു, മനുഷ്യർ റോഡുകൾ നിർമ്മിക്കുന്നു. ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന കോൺകോഡ് വിമാനങ്ങളെ മനുഷ്യർ സൃഷ്ടിക്കുന്നു, ട്രെയിനുകൾ മനുഷ്യർ കണ്ടെത്തുന്നു, അനേക പുരോഗതികൾ ഉണ്ടാകുന്നു. പടിപടിയായി മനുഷ്യ നാഗരികത വികാസ പരിണാമങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ തേടി അനന്തവിസ്തൃതമായ മഹാപ്രപഞ്ചത്തിന്റെ സീമകൾ കടന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടി മനുഷ്യനല്ലാതെ വേറെ ആരാ ഉള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ അറിയുന്ന ടൈറ്റാനിക് എന്ന് പറയുന്ന വാഹനം ലോക കോടീശ്വരന്മാർ യാത്ര പോയിട്ട് ഒരു തുമ്പ് കിട്ടാത്ത വിധം സാഗരത്തിന്റെ അനന്തമായ അഗാധതകളിൽ എവിടെയോ പടച്ചോൻ നിശ്ചയിച്ച ഒരു താവളത്തിൽ അവരുണ്ടല്ലോ. അവരുടെ ജീവിതമുണ്ടല്ലോ. അവർ മരിച്ചുപോയിട്ടുണ്ടാകുമോ, ജീവിച്ചിരിക്കുന്നോ, ഒന്നും കൃത്യത വരുത്താൻ പോലും മനുഷ്യൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ 4-ാം അധ്യായത്തിന്റെ 23-ാം വചനത്തിലെ
ഖുലിഖൽ ഇൻസാനു ലൈഫ, ദുർബലനായ മനുഷ്യന് സാധ്യമല്ല. പക്ഷേ ആനയെ കൊണ്ട് നടക്കാൻ മനുഷ്യന് കഴിയും, സിംഹത്തെ മെരുക്കാൻ മനുഷ്യന് കഴിയും. അതേപോലെ അവന്റെ എത്രയോ വലിപ്പമുള്ള വാഹനങ്ങളെ ഒരു വിരൽ കൊണ്ട് നിയന്ത്രിക്കാൻ അവന് കഴിയും. അവന്റെ ബുദ്ധി കൊണ്ട് കമ്പ്യൂട്ടർ കണ്ടെത്താൻ കഴിയും. എല്ലാം കഴിയുന്ന ഈ സിട്ടി മണ്ണോട് മണ്ണ് ചേർന്നാൽ നായയെ പോലെ പൂച്ചയെ പോലെ ആകുമെന്ന് വിശ്വസിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല, ഒരിക്കലുമില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ മരണത്തിന് ശേഷം ഒരു സിനിമാ നടന്റെ പരാമർശം നമ്മുടെ മീഡിയകൾ ചർച്ച ചെയ്തത് മൊറാലിറ്റിയുടെ പേരിലായിരുന്നു. മരിച്ചുപോയ ഈ സ്റ്റേറ്റിന്റെ കഴിഞ്ഞ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരു പരാമർശം, അതെത്ര മുന്തിയ ആളായാലും അത് ചർച്ച ചെയ്യപ്പെടുന്നത് മനുഷ്യലോകത്ത് മാത്രമാണ്. കാരണം എന്താ കാര്യം? മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു 60-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറഞ്ഞതാ, മരണവും ജീവിതവും സൃഷ്ടിച്ചത് തിന്നും കുടിച്ചും ഭോഗിച്ചും ആർത്തുല്ലസിച്ചും അട്ടഹസിച്ചും ആനന്ദിച്ചും അറമാദിച്ചും നിങ്ങൾക്ക് ജീവിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മൈക്രോ സെക്കൻഡും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കാലഗണനയും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്, റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, ക്യാമറകളിൽ പകർത്തപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം രേഖപ്പെടുത്തുന്നുണ്ട്, റെക്കോർഡുകൾ സമർപ്പിക്കപ്പെടും. നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ വരും. ഈ ചിന്തയില്ലാത്ത ഡാർക്ക് ഏജിൽ ജീവിച്ചിരുന്ന അറബികളെ ഇതിനു മുമ്പ് അവർ വഴികേടിലായിരുന്നു. ഏതിനു മുമ്പ്? അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. 14-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒരു ജന്തുവിനെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്റെ കൂടെ യാത്ര ചെയ്ത എന്റെ ഭാര്യ പറഞ്ഞു, എന്തോ ഒരു തിളക്കമാണ് ആ പൂച്ചയുടെ കണ്ണുകളിൽ. അതെ, രാത്രി സഞ്ചരിക്കുന്ന പൂച്ചക്ക് നമുക്ക് ടോർച്ച് ആവശ്യമില്ല, മൊബൈലിന്റെ വെളിച്ചം ആവശ്യമില്ല, സ്ട്രീറ്റ് ലൈറ്റിന്റെ ആവശ്യമില്ല. ഏത് രാത്രി സഞ്ചരിക്കുന്ന മൃഗത്തിന്റെ കാഴ്ചക്ക് മനുഷ്യനേക്കാൾ ശ്രദ്ധേയമായ ഒരു സൂചി വീണാൽ കാണാൻ പറ്റുന്ന പാകതയിൽ അതിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നൽകിയ പടച്ചതമ്പുരാൻ അതിനെ ഗവേഷണം നടത്താൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യനോട് വലഖദ് ദറഹ്നാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ജിന്ന് വർഗത്തെ, ഇൻസ് വർഗത്തെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഹൃദയം നൽകി. ജിന്നുകൾക്ക് ഹൃദയമുണ്ടെന്ന് ഖുർആൻ, ജിന്നുകൾക്ക് കാതുണ്ടെന്ന് ഖുർആൻ, ജിന്നുകൾക്ക് കണ്ണുണ്ടെന്ന് ഖുർആൻ. മനുഷ്യന്റെ സൃഷ്ടിപ്പിനോട് അനുയോജ്യമായ കാതാണ് മനുഷ്യനെങ്കിൽ, കണ്ണാണ് മനുഷ്യനെങ്കിൽ, ചിന്താഹൃദയമാണ് മനുഷ്യനെങ്കിൽ, ജിന്നിന്റെ സൃഷ്ടിപ്പിനോട് അനുയോജ്യമായ കേൾവിയും കാഴ്ചയും ചിന്തയും അതിനുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അല്ലാഹു 7-ാം അധ്യായം 179-ാമത്തെ വചനത്തിൽ കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും ഹൃദയം കൊണ്ട് ചിന്തിക്കാനും ചിന്തിച്ചിട്ട് മുന്നോട്ട് പ്രയാണം നടത്താനും ചരിത്ര സൃഷ്ടിയുടെ ഭാഗമാകാനും ചരിത്ര സൃഷ്ടിക്കുന്ന മഹാസൃഷ്ടിയായി തീരാനും മനുഷ്യനോട് അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓഹോ, അങ്ങനെയാണോ? അലിഫ് ലാം റാ നോക്കൂ, അല്ലാഹ് പറയാ സൂറത്ത് ഇബ്രാഹിം 52 വചനങ്ങൾ ആ അധ്യായത്തിലുള്ളത്. 52 വചനങ്ങൾ. അതിന്റെ 1-ാമത്തെ വചനവും 52-ാമത്തെ വചനവും ഹദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ്. അറിയണം, ലോകമറിയണം, മനുഷ്യരാശി അറിയണം. ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും അറിയണം. ഇവിടുത്തെ പാഴ്സിയും ഇവിടുത്തെ ഏത് ജാതിക്കാരനും അറിയണം. ജാതിക്കതീതമായി ജീവിക്കുന്ന മനുഷ്യരറിയണം. ലോകത്തിലെ പാശ്ചാത്യരെ, പൗരസ്ഥരെ, ഗ്രീക്കിലും റോമിലും പേർഷ്യയിലും ഈജിപ്തിലും ഭാരതത്തിലും സംസ്കാരത്തിന്റെ ഉന്നതമായ വിധാനങ്ങൾ പറപ്പിച്ചപ്പോ അന്ന് ഇരുട്ടിലായിരുന്നു അറേബ്യ. ആ അറേബ്യയെ കുറിച്ചാണ് എന്ന് പറഞ്ഞത്. എന്തേ അവിടെ ഉണ്ടായ മാറ്റം? പ്രവാചകൻ 40 കൊല്ലം അവർക്കിടയിൽ ജീവിച്ചു. അന്ന് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല, അന്ന് അദ്ദേഹം വ്യഭിചരിച്ചിട്ടില്ല, അന്ന് അദ്ദേഹം പലിശക്ക് കൊടുത്തിട്ടില്ല, അന്നൊരാളുടെ ഹറാമും അദ്ദേഹം തിന്നിട്ടില്ല, ആരുടെ സ്വത്തും അദ്ദേഹം ഭുജിച്ചിട്ടില്ല, ഒരു പെണ്ണിന്റെ നേരെയും അദ്ദേഹം ഒളിക്കണ്ണിട്ട് നോക്കിയിട്ടില്ല.
എന്നിട്ടും എന്തേ 40 കൊല്ലം ജീവിച്ചിട്ട് 40 ആളെ പോയിട്ട് 4 ആളെ മാറ്റാൻ ആ പ്രവാചകന് കഴിയാതെ പോയത്? ആ പ്രവാചകനെ നോക്കി എന്തേ ലോകം വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് പറയാതിരുന്നത്? അതെ, ജിബ്രീൽ ഹിറാ ഗുഹയിൽ വരുന്നത് വരെ വായിക്കുക എന്ന് മനുഷ്യനോടല്ലാതെ ഒരു സൃഷ്ടിയോടും ഒരു ജീവജാലവും ഒരു പുസ്തകവുമായി നടക്കുന്ന ഒരു പൂച്ചയെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു പുസ്തകം വായിക്കാൻ പോകുന്ന ഒരു പുലിയെ നമ്മൾ കണ്ടിട്ടില്ല. പുസ്തകം രചിച്ച് അതിന്റെ പ്രകാശനം നടത്തുന്ന ഒരു സൃഷ്ടിജാലത്തെയും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അറിയുക, ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെട്ട മനുഷ്യനോട് അല്ല പറയാണ്, ഫൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസാഹാ. അതെ, വേദങ്ങളുടെ ഉപനിഷത്തുക്കളുടെ അകക്കാമ്പുകൾ, ഭഗവത്ഗീതയുടെ അകക്കാമ്പുകൾ ആശ്ചര്യമത് വദ്യതദൈവജന്യ ആശ്ചര്യമോ വന്യശ്രോധീമുധായ. ആത്മാവെന്ന് പറയുന്നത് നബിയേ, അവർ നിന്നോട് ചോദിക്കുന്നു എന്തിനെ കുറിച്ച്? യസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നു. പറയുക നബിയേ, അത് അല്ലാഹുവിങ്കൽ അവനെ അറിവിൽ മാത്രമുള്ള കാര്യമാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. 85 വചന. കുറഞ്ഞ അറിവ് നൽകപ്പെട്ട മനുഷ്യൻ ആ ആത്മാവിനെ കുറിച്ച് അറിയില്ല. എന്നിട്ട് അല്ല പറയുന്നു, ആ ആത്മാവിനെ ആര് ശുദ്ധീകരിച്ചുവോ, ആര് വിമലീകരിച്ചുവോ, ആര് നന്നാക്കിയോ അവർ വിജയിച്ചു. എന്തേ ഈ നന്നാക്കൽ? എന്തേ ഈ നന്നാക്കൽ? അലാ, പ്രവാചക തിരുമേനിയുടെ വചനമാണ്. അലാ ഫഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അത് നിങ്ങളുടെ ഹൃദയമാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഫീ റിവായത്തിൻ ഉഖ്റാ വലകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അറിയുക, അല്ലാഹുവിന്റെ നോട്ടം, പടച്ചവന്റെ തിരുനോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ മനസ്സിലേക്കാണ്. ആ മനസ്സിന്റെ ശുദ്ധതയാണ് അല്ലാഹു മുഖവിലക്കെടുക്കുന്നത്. അറിയണം, അത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്, ഹൃദയശുദ്ധിയാണ്, ഹൃദയത്തിന്റെ വസന്തമാണ്. അതുകൊണ്ടാണ് അൽ ഖുർആനു റബീയ ഖൽബി, ഖുർആൻ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ പടച്ചോനേന്ന് നെഞ്ചത്ത് തട്ടി ആകാശഭൂമികളുടെ നാഥനോട് നാം ദുആ ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന കോടിക്കണക്കായ മനുഷ്യർ നാളെ നരകത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അത് തടുത്തു നിർത്തേണ്ടവർ അഥവാ അവരെ ഉദ്ധരിക്കേണ്ടവർ നമ്മളാണ്. നാം അറിയണം ജെഫ്രി ലാങ് എന്ന് പറയുന്ന യൂറോപ്പിലെ ഒരു വലിയ ചിന്താ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇസ്ലാം സ്വീകരിച്ചു. ഈ അടുത്ത കാലത്ത് നമുക്കറിയാവുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 44-ാമത്തെ വചനമാണ് അദ്ദേഹത്തിന്റെ പരിവർത്തനത്തിന്റെ കാരണമായി അദ്ദേഹം തന്നെ പറയുന്നത്. ഏതാണ് ആ വചനം? അതഅമുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അതഅമുറൂന അന്നാസ ബിൽ ബിർ, ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മറന്നു പോവുകയുമാണോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ വേദഗ്രന്ഥത്താളുകൾ വായിക്കുന്നില്ലേ? വേദവചനങ്ങളിലൂടെ നിങ്ങൾ കണ്ണോടിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ ആ വാചകങ്ങൾ ആമ്പോളെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലേ? എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ഈ വചനം കണ്ട് ഇസ്ലാം സ്വീകരിച്ച ക്രിസ്ത്യാനിയായ ജെഫ്രി ലാങ്ങിന്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞു നോക്ക്. മാൽക്കം എക്സ് എന്ന് പറയുന്ന മനുഷ്യൻ നേരത്തെ ഇവിടെ ആദരണീയനായ കുട്ടമ്പൂർ ഉദ്ധരിച്ച 49-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനമാണ്. മാൽക്കം എക്സ് എന്ന വർണ്ണവെറിയുടെ ലോകം കണ്ട ഏറ്റവും വലിയ വർണ്ണവെറിക്ക് വിധേയമായ മാൽക്കം എക്സ് പരിശുദ്ധ കഅബാലയത്തിൽ ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്ന് 3-ാം അധ്യായം 96-ാമത്തെ വചനത്തിൽ പറയുന്ന ആ ബക്ക, ആ വന്ധ്യപുരാതനമായ കഅബാലയം, ആ കഅബാലയത്തിൽ അദ്ദേഹം കണ്ട കാഴ്ചയെ കുറിച്ച് മാൽക്കം എക്സിന്റെ ജീവിത ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അതെന്താണ്? കറുത്തവനുണ്ടവിടെ, വെളുത്തവനുണ്ടവിടെ, സായിപ്പുണ്ടവിടെ, യൂറോപ്യനുണ്ടവിടെ, കേരളക്കാരനുണ്ടവിടെ, തമിഴ്നാട്ടിലെ ഗോത്രക്കാരനുണ്ടവിടെ, മുസൽമാനായി വന്ന രാജാവാകാം, കോടീശ്വരനാകാം, ചക്രവർത്തിയാകാം, സാധാരണക്കാരനാകാം. ഹാജറ എന്ന കറുത്ത മുത്തോടിയ സഫാ കുന്നുകളിൽ ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാ, ആ ചിഹ്നത്തെ നിലനിർത്തി ഓടണം.
ഹാജറ ഓടിയെടുത്ത് ഓടണം, ഇവിടുത്തെ കോടീശ്വരി ഓടണം, ഇവിടുത്തെ വെളുത്ത സുന്ദരി ഓടണം, ആ കറുത്ത ബീവി ഓടിയ ആ പാദങ്ങളിലൂടെ ഓടണം, സഫാ കുന്നിനിടയിൽ ഓടണം. ഉച്ചനീചത്വങ്ങളില്ലാത്ത, ജാതീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത അബൂദർ ഗഫാരിയുടെ വികാര ജീവിതത്തിനിടയിൽ ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് വിളിക്കേണ്ട താമസം, പൊട്ടിക്കരഞ്ഞ് വിങ്ങിപ്പൊട്ടി ഗദ്ഗതകണ്ഠനായി, നിരാശനായി, വേദനാജനകമായ കൽബുമായി തിരുദൂതരുടെ സന്നിധാനത്തേക്ക് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് അദ്ദേഹത്തിന് കൃപയുണ്ട്, മുഅ്മിനീങ്ങളോട് അദ്ദേഹത്തിന് സ്നേഹമുണ്ട്. നിങ്ങൾ കഷ്ടപ്പെടുക എന്നത് ഇഷ്ടമില്ലാത്ത ആ മാനുഷികത്തിന്റെ പ്രവാചകൻ, ആ വിശ്വാചാര്യൻ, സ്നേഹത്തിന്റെ മഹാനിദർശനം, ജീവിതത്തിന്റെ നിരാശാജനകമായ ജീവിതത്തിന്റെ അനാഥത്വത്തിന്റെ കൈപ്പുനീരുകൾ കുടിച്ച് മാനസമൂഹത്തെ ചേർത്ത് പിടിച്ച അതേ എന്ന് ഞാനും യതീമിനെ സംരക്ഷിച്ചവനും സ്വർഗത്തിൽ പ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യത്വത്തിന്റെ മഹാ ഉദാഹരണം. അനാഥയുടെ ശിരസിലൂടെ തലതടവിക്കോളൂ, കൈതടവിക്കോളൂ, ആശ്വാസം കിട്ടും, ദയ കിട്ടും, കാരുണ്യം കിട്ടും എന്ന് ലോകത്തെ പഠിപ്പിച്ച ആ വിശ്വാചാര്യൻ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. അങ്ങ് എന്താണ്? അങ്ങ് അല്ലാഹുവിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് അവരോട് പരീക്ഷ സ്വഭാവം കാണിച്ചില്ല. ബിലാൽ റളിയല്ലാഹു ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എന്നെ അബൂദർ ഗഫാരി കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു, അതെന്നെ വേദനിപ്പിച്ചു. അബൂദർ ഗഫാരിയെ വിളിച്ച് പ്രവാചകൻ പറഞ്ഞു, യാ അബൂദർ, താങ്കൾ ഇങ്ങനെ വിളിച്ചോ, ഇങ്ങനെ പറഞ്ഞോ? അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. അങ്ങയിൽ ജാഹിലിയത്തിന്റെ അംശമുണ്ട് എന്നാണ്. എന്റെ സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഒരാളുടെയും കറുപ്പും വെളുപ്പും നോക്കിയല്ല അള്ളാഹു നമ്മളെ ഇന്നോദിയ മഗ്‌രിബിനോദിയ മനോഹരമായ ഖുർആൻ വചനത്തിൽ നാം കേട്ടല്ലോ, അല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ ചുമക്കാത്ത ഒരു ലോകത്തെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു അവർ. അതാണ് അള്ളാഹു ചോദിച്ചത്, വൈദൽ മൗദത്തു സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, മോളെ എന്തേ നിന്നെ ജീവനോടെ അവർ കുഴിച്ചു മൂടിയത്, എന്തേ നിനക്ക് സംഭവിച്ചത്? വൈദാ ബുശ്റാഹുദുഹും ബിൽ ഉൻസാ ലല്ല വജൂഹു മുസ്വദ്ദുൻ വഹുവ ഖലീം, ഒരു പെൺകുട്ടി ജനിച്ച സന്തോഷ വാർത്ത. സ്ത്രീകളെ അറിയുക, ആൺകുട്ടി ജനിച്ച സന്തോഷ വാർത്ത എന്നൊരു പ്രയോഗം ഖുർആനിലില്ല. ആണിന്റെ ജനനത്തെ സന്തോഷ വാർത്ത എന്ന് അല്ലാഹ് പറഞ്ഞിട്ടേയില്ല. പെണ്ണിന്റെ ജന്മത്തെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം ഋഗ്വേദത്തിന്റെ മുമ്പിൽ, സാമവേദത്തിന്റെ മുമ്പിൽ, അഥർവവേദത്തിന്റെ മുമ്പിൽ, യജുർവേദത്തിന്റെ മുമ്പിൽ, തൽമൂദിന്റെ മുമ്പിൽ, സെന്നവസ്തിന്റെ മുമ്പിൽ, 108 ഉപനിഷത്തുക്കളുടെ മുമ്പിൽ, ദശോപനിഷത്തുക്കളുടെ മുമ്പിൽ, തൈത്തിരോപനിഷത്തിന്റെ മുമ്പിൽ, ബൃഹദാരണ്യകത്തിന്റെ മുമ്പിൽ, കഠോപനിഷത്തിന്റെ മുമ്പിൽ, അതേ ഒരു ഉപനിഷത്തിന്റെ മുമ്പിലും തോറ്റുപോകാത്ത, തല ഉയർത്തി നിൽക്കുന്ന ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് ഞാൻ എന്റെ പെൺകുട്ടികളെ സ്നേഹിക്കുന്നത്, ഞാൻ അവരെ പോറ്റാൻ തയ്യാറായത്, ഞാൻ അവരെ വളർത്തിയത് ആൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പെൺകുട്ടികളെ താഴേക്കിടയിൽ കാണാതെ എന്റെ ആൺകുട്ടികളെ പോലെ എന്റെ പെൺകുട്ടികളെ സ്നേഹിക്കുന്നത്, നെഞ്ചോട് ചേർത്ത് വെച്ചത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. 3 പെൺകുട്ടികൾ അവർ സ്വർഗത്തിൽ പോകുമെന്ന്, 2 പെൺകുട്ടികൾ അവർ സ്വർഗത്തിൽ പോകുമെന്ന ആ പ്രവാചകന്റെ മാറ്റമുള്ള ആ പരിവർത്തനത്തിന്റെ വാക്ക് എന്നെ മാറ്റി, അറബികളെ മാറ്റി, ലോകത്തെ മാറ്റി, മാൽക്കം എക്സിനെ മാറ്റി, ലിയോപോൾഡ് വൈസിനെ മാറ്റി. അതെ, ഇവിടെ നേരത്തെ ഓതിയ അതെ നിങ്ങൾ കേട്ടില്ലേ, തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ആ ആയത്താണ് ലിയോപോൾഡ് വൈസിനെ, റോഡിട്ട മക്കയുടെ കർത്താവിനെ മാറ്റിയത്. ആരായിരുന്നു സഹോദരങ്ങളെ? ആരായിരുന്നു സുബൈർ ബിൻ മുത്ഇം? ആരായിരുന്നു? ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ജാഹിലിയത്തിൽ ജീവിച്ച ആളായിരുന്നു. യമാമക്കാരുടെ രാജാവ് സുമാമ ആരായിരുന്നു? ഖലീഫ ഉമർ എന്ന് ലോകം പുകൾക്കൊണ്ട ആ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമറുൽ ഖത്താബിന്റെ ഭരണമാണ് ഈ ഇന്ത്യയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഗാന്ധിജി പറയുന്നതിന്റെ
ആ കാരണം എന്താണ്? ഖുർആനിന്റെ പരിവർത്തനം. ഉമറിനെ മാറ്റിയത് വിശുദ്ധ ഖുർആനാണ്, ഹബ്ബാബിനെ മാറ്റിയത് വിശുദ്ധ ഖുർആനാണ്, അബൂ ഹുറൈറയെ മാറ്റിയത് വിശുദ്ധ ഖുർആനാണ്, ഗാന്ധിജി ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ ഉണ്ടാക്കിയത് ഖുർആനാണ്. ലോകത്തുണ്ടായ ഏതേത് പരിവർത്തനത്തിന്റെയും എം.എൻ. റോയി പറഞ്ഞ പോലെ തേനീച്ചകൾ തേൻ ശേഖരിക്കാൻ പോകുന്ന പോലെ ഖുർആനിന്റെ അനുയായികൾ വിജ്ഞാനം തേടി ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് അവർ യാത്രയായി. വേൾഡ് ഹിസ്റ്ററിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നത് മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ, അത്ഭുതങ്ങളുടെ അത്ഭുതം. ഏതിന്? ഈ ഗ്രന്ഥത്തിന് ലൻചനാലിൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മ തുഹിബ്ബൂൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം 92-ാമത്തെ വചനം, ബൈറുവാഗ് തോട്ടം ദാനം ചെയ്യാൻ ആ മഹാനെ പ്രേരിപ്പിച്ചത് ഈ വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന താബീങ്ങളിലെ അയാൾ ആരായിരുന്നു? കൊള്ളക്കാരനായിരുന്നു. വഴിയിലൂടെ ആളുകൾ പോകുമ്പോ അവരെ തടഞ്ഞു നിർത്തി കൊള്ള ചെയ്തിരുന്ന, പിടിച്ചു പറിച്ചിരുന്ന, തോന്നിവാസിയായിരുന്ന, കാമുകികമായി ഇഴകിച്ചേർന്നിരുന്ന, വ്യഭിചരിച്ചിരുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ആ മനുഷ്യനെ മാറ്റിയത് സൂറത്ത് ഹദീദിലെ ഇരുമ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്ത് ഹദീദിലെ അതിലെ വചനം, അലം യഅനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് ولا يكونوا كالذين اوتوا الكتاب من قبل فطال عليهم الامد فقست قلوبهم. അതേ, തന്റെ കാമുകിയെ തേടി അവളുടെ വീടിന്റെ വരമ്പ് ചാടിക്കിടക്കുമ്പോഴാണ് ഒരാൾ ഈ ഖുർആനിക വചനം ഓതുന്നത് കേട്ടത്. ഏത് ഖുർആനിക വചനം? വിശുദ്ധ ഖുർആനിന്റെ 50-ാം അധ്യായം 16-ാമത്തെ വചനം. ഫുളൈൽ ഇബ്നു ഇയാദ് അപ്പുറത്തേക്കിട്ട വ്യഭിചരിക്കാൻ അപ്പുറത്തേക്ക് ചാടിയ കാൽ ഇപ്പുറത്തേക്കിട്ടു. അദ്ദേഹം ഒരു സ്ഥലത്തു ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വന്ന മുസ്ലിമീങ്ങൾ, ഇതാ നമുക്കിവിടെ തമ്പടിക്കാം, നാളെ രാവിലെ പോകാം, നാം ഈ വഴി യാത്ര ചെയ്താൽ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ആ കൊള്ളക്കാരൻ നമ്മളെ ആക്രമിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് ചിന്തയുടെ പുതിയ ലോകത്തേക്ക് പോവുകയാണ്. ചിന്തിക്കുവാനും പഠിക്കുവാനും അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ വഖുഉദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. അതേ, സൂറത്ത് ആൽ ഇംറാന്റെ 90-ാമത്തെയും 91-ാമത്തെയും വചനമാണ്. നിന്നും ഇരുന്നും കിടന്നും ഫുളൈൽ ഇബ്നു ഇയാദ് ചിന്തിച്ചു. പിന്നീട് അദ്ദേഹം ശൈഖുൽ ഇസ്ലാമായി, പിന്നീട് ഹറമിലെ ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളായി. ജീവിതത്തിൽ മരിക്കുന്നവരെ താൻ ചെയ്ത തെറ്റിനെ കുറിച്ചോർത്ത് കണ്ണുനീർ വാർത്ത് ഗദ്ഗദകണ്ഠനായി പൊട്ടിക്കരഞ്ഞ് റബ്ബിലേക്ക് മടങ്ങിയ ഫുളൈൽ ഇബ്നു ഇയാദിൽ യുവാക്കളെ നമുക്ക് മാതൃകയുണ്ട്. അതേ, ലഖത്വാല ഹാദൽ ലൈലു വജുവദ്ദ ജാനിബുഹു എന്ന് പാടിയ വനിതയിൽ സഹോദരിമാരെ നമുക്കും മാതൃകയുണ്ട്. യൂസുഫ് നബിയുടെ കഥ 12-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളോട് ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല. പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചവരോട് സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും ഏറ്റവും മതമത്വത്തിന്റെ ആ കിണറിന്റെ പൊട്ടക്കിണറിലെ ആയത്തിലേക്ക് കൊല്ലാനിട്ടവർ തന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ, മനുഷ്യനുയരാവുന്ന രാജകീയ പദവിയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുമ്പോൾ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, എന്റെ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് പ്രതികാരമില്ല, നിങ്ങളോട് എനിക്ക് അസൂയയില്ല, നിങ്ങളോട് എനിക്ക് വിരോധമില്ല, നിങ്ങളോട് എനിക്ക് വിദ്വേഷമില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് കുത്തുവാക്ക് പോലും പറയുന്നില്ല. ആ യൂസുഫിൽ നമുക്ക് മാതൃകയുണ്ട്. സഹപ്രവർത്തകരെ കുത്തുവാക്ക് കൊണ്ട് വേദനിപ്പിക്കുമ്പോഴും, ഭാര്യയെ ചീത്തവാക്ക് ഉപയോഗിക്കുമ്പോഴും, മക്കളോട് മോശമായി പെരുമാറുമ്പോഴും, നേതൃത്വത്തോട് അപമര്യാദയായി പെരുമാറുമ്പോഴും ഓർക്കുക, ഒരു ലോകം വരാനിരിക്കുന്നു എന്ന്. ആ ലോകത്തെ കുറിച്ചോർത്തുള്ള ഓർമ്മകളാണ് അബൂബക്കർ സിദ്ദീഖിനെ മാറ്റിയത്. ഹറാമായ ഒരു ഭക്ഷണം ജീവിതത്തിൽ ഒരിക്കൽ കഴിച്ചുപോയ അബൂബക്കർ സിദ്ദീഖ് അത് മനസ്സിലാക്കി വായിലേക്ക് കൈയിട്ട് അത് മുഴുവൻ ഛർദിച്ചു കളഞ്ഞ് റബ്ബിലേക്ക് കൈ നീട്ടിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ്, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ്, അവരൊക്കെയാണ് നമ്മുടെ റോൾ മോഡലുകൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 48-ാം അധ്യായം ആ അധ്യായത്തിൽ ഒരു വചനത്തിലൂടെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഹു ബൈനഹും, നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകണം, കാരുണ്യമുണ്ടാകണം, സാഹോദര്യമുണ്ടാകണം. 23 കൊല്ലം പൂർത്തിയാകുമ്പോ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ജനതയെ വാർത്ത് തന്റെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് യാത്ര മടങ്ങുമ്പോ സംതൃപ്തനായി സംപ്രീതനായി
ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്നാ മഹാദൗത്യം. ഇനിയൊരു വേദഗ്രന്ഥം വരാനില്ല, ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ഈ ദൗത്യം എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് എന്തായി പോയി? ഞങ്ങൾ നിങ്ങളെ നജാത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്, വിജയത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്, ധർമ്മത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്, നന്മയിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്, യഥാർത്ഥ സന്തോഷത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്. ഫതദൂനനി ഇലൻ നാർ. നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കല്ലേ? കല്ലിനെ ആരാധിച്ച, മുള്ളിനെ ആരാധിച്ച, ലാത്തയെ ആരാധിച്ച ആ മനുഷ്യന്മാർ മാറുകയാണ്. അതെ, അബൂജഹലിന്റെ മകൻ ഇക്രിമ മാറിയത് ഒരു കടൽ യാത്രയിലാണ്. എന്ന് ചോദിച്ച ജനതയാണ് അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന ജനതയായത്. ആയിഷ ബീവിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, മദ്യപിക്കരുത് എന്ന്, വ്യഭിചരിക്കരുത് എന്ന് അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവർ മാറുമായിരുന്നില്ല. മറിച്ച് 13 കൊല്ലക്കാലം, ഒരു വ്യാഴവട്ടത്തിലധികം വരുന്ന കാലഘട്ടം ജനഹൃദയങ്ങളിൽ ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്തായ വേരുകൾ ഉറപ്പിച്ചു. അതെ, അലം തറ കൈഫ റബ്ബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ കസജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് എന്ത്? യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിഖൗലി സാബിതി ഫിൽ ഹയാത്തദ് ദുനിയ. ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? സൂര്യന്റെ മുമ്പിൽ തലകുനിക്കാത്ത, ചന്ദ്രന്റെ മുമ്പിൽ ആരാധന സമർപ്പിക്കാത്ത, നക്ഷത്രങ്ങളുടെ മുമ്പിൽ തലകുനിക്കാത്ത, നേതാക്കന്മാരുടെ മുമ്പിൽ തലകുനിക്കാത്ത, ഒരു വലിയന്റെ മുമ്പിലും ആരാധന സമർപ്പിക്കാത്ത. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ് വകസീറും മിനൽ ഹഖ്. സൂറത്ത് ഹജ്ജിലെ 18-ാമത്തെ വചനമാണ്. ഇല്ല, സൂര്യന്റെ മുമ്പിൽ സുജൂദില്ല, ചന്ദ്രന്റെ മുമ്പിൽ സുജൂദില്ല, സൃഷ്ടിച്ച നാഥന്റെ മുമ്പിലല്ലാതെ ഒരു മുസൽമാൻ സുജൂദ് ചെയ്യില്ല, ഒരു ദർഗയുടെ മുമ്പിൽ സുജൂദ് ചെയ്യില്ല. അവന്റെ ധൈര്യം, അവന്റെ സ്ഥൈര്യം അല്ലദീന യുബല്ലിഊന റിസാലാത്തില്ലാ വയഖ്ശൗനഹു വയഖ്ശൗനഹു അല്ലാഹനെയല്ലാതെ ആ ദായി ഒരാളെയും പേടിക്കുകയില്ല. വലാ യഖാഫൂന ലൗമത ലായിം. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും അവൻ ഭയപ്പെടില്ല. ഒരു ഇരുട്ടിലും അവനൊരു ഭീകരവാദ പ്രവർത്തനം ചെയ്യില്ല, ഒരു തീവ്രവാദ പ്രവർത്തനം ചെയ്യില്ല. മിന്ന ജലിദാലിക് കതബ്നാ അലാ ബനി ഇസ്രായീൽ ഖതലൻ ബിനഫ്സിൻ. അല്ലാഹ് പറയുകയാണ്, ഒരു നഫ്സിനെ അന്യായമായി കൊന്നാൽ ഫകഅന്നമാ അഹിയൻ നാസ ജമീഅ വമൻ അഹിയാഹാ ഫകഅന്നമാ അഹിയൻ നാസ ജമീഅ. അന്യായമായ ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. അതുകൊണ്ട് അവൻ ഭീകരവാദിയാവില്ല, അവൻ തീവ്രവാദിയാവില്ല, അവൻ ഒരാളെ കൊല്ലുന്നവനാവില്ല. ഈജിപ്ത് കീഴടക്കിയത് ആയുധം കൊണ്ടല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒട്ടകത്തിന്റെ കയറും പിടിച്ച് തന്റെ ശിഷ്യനെ ഒട്ടകപ്പുറത്തിരുത്തി ക്രൈസ്തവ പാതിരിമാർ ഉമർ റളിയല്ലാഹുവിനെ സ്വീകരിച്ചത് ചരിത്രത്തിൽ രോമാഞ്ചജനകമാണ്. ചരിത്രത്തിൽ എഴുതപ്പെട്ട കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കലേക്ക് ഇസ്ലാം കയറി വന്നത് സ്നേഹത്തോടെയായിരുന്നു, സാഹോദര്യത്തോടെയായിരുന്നു, സഹിഷ്ണുതയോടെയായിരുന്നു. അയൽവാസിക്ക് പട്ടിണി കിടക്കാൻ പാടില്ലെന്ന മൂല്യത്തിലൂടെയായിരുന്നു, അനാഥ സംരക്ഷണത്തിലൂടെയായിരുന്നു, വിധവയുടെ കണ്ണീരൊപ്പുന്നതിലൂടെയായിരുന്നു, അന്യമതക്കാരനോട് സ്നേഹം കാണിക്കുന്നതിലൂടെയായിരുന്നു, ഒരു ബാപ്പാന്റെ ഉമ്മയും മക്കളാണ് എന്ന വികാരത്തിലൂടെയായിരുന്നു. സഹോദര സഹോദരി, അത്ഭുതകരമാണ്. നിങ്ങളുടെ ഈ ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് 2300ഓളം വരുന്ന ആളുകൾക്കുള്ള ഫുഡ് വരെ ഇവിടെ തയ്യാർ ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിശക്തമായി കാർമേഘ കീറുകളിൽ നിന്ന് മഴ ചൊരിയുമ്പോഴും നിങ്ങളൊക്കെ ഇവിടെ വന്നത് ഈ ഖുർആനിന്റെ മാസ്മരികത കൊണ്ടാണ്, ഈ വേദഗ്രന്ഥത്തിന്റെ മാസ്മരികത കൊണ്ടാണ്. ഈ വേദഗ്രന്ഥം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നു. കുല്ലു മൻ അലൈഹാ ഫാൻ. നിങ്ങൾ നോക്കൂ, എല്ലാം നശിക്കും, എല്ലാം തകരും, എല്ലാം തകരും. അന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ചെന്ന് നിൽക്കും. പേടിക്കണം. ഒരു സഹാബി ഭാര്യയുടെ മടിത്തട്ടിലിരുന്ന് കരയുകയായിരുന്നു. വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ് ഭർത്താവിന്റെ കരച്ചിൽ കേട്ട് ആ ഭാര്യയും പൊട്ടിക്കരഞ്ഞു. ഭർത്താവ് ചോദിച്ചു, എടി, ഞാൻ കരയുന്നത് ഒരു കാരണം കൊണ്ടാണ്, നീ എന്തേ കരഞ്ഞത്? നീ എന്തിനാ വിങ്ങിപ്പൊട്ടിയത്? നിങ്ങൾ എന്റെ പ്രിയതമൻ, നിങ്ങൾ കരഞ്ഞു, നിങ്ങളുടെ വേദന എന്റെ വേദനയാണ്, എനിക്ക് കാരണം അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ 19-ാം അധ്യായം 71-ാമത്തെ വചനം, വൈമിൻകും മില്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്
ഒരാളും തന്നെയില്ല. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളും തന്നെയില്ല. അത് റബ്ബിന്റെ വിധിയാണ്. അമ്പിയാക്കൾ വരും അവിടെ, ഔലിയാക്കൾ വരും അവിടെ, ആരിഫീങ്ങൾ വരും അവിടെ, എല്ലാവരും അവിടെ വരും, കുറ്റവാളികൾ വരും അവിടെ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ നരകത്തിന്റെ വക്കിലൂടെ പോകുമ്പോ എന്റെ നാഥൻ എനിക്ക് തിരഞ്ഞെടുക്കുന്നത് നരകമായിരിക്കുമോ സ്വർഗമായിരിക്കുമോ എനിക്കറിയില്ല. അവരുടെ കണ്ണുകൾ ഇരണിഞ്ഞു. നബി മിമ്പറിൽ ഖുതുബ നടത്തി. നബി കരയുന്നു, സഹാബത്ത് കരയുന്നു. ലോകം അതിനു മുമ്പൊന്നും അങ്ങനെ ഒരു ജനത വേദഗ്രന്ഥത്തിന്റെ പേരിൽ കരഞ്ഞത് അവർ കണ്ടിട്ടില്ല. 2 ചട്ടക്കൂടുകളുടെ ഉള്ളിൽ ഈ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആ ഗ്രന്ഥത്തിന് അനുരൂപമായ ഒരു ജനതയല്ല സുഹൃത്തുക്കളെ, ഒരു പഞ്ചായത്തല്ല, ഒരു ജില്ലയല്ല, ഒരു രാഷ്ട്രമല്ല, 20 രാഷ്ട്രങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് 4 ഖലീഫമാരുടെ ജൈത്രയാത്ര ബൈബിളിന് അവകാശപ്പെടാൻ കഴിയില്ല, തെൽമൂദിന് അവകാശപ്പെടാൻ കഴിയില്ല. നെഞ്ചുറപ്പോടെ അഭിമാന പുരസരം ഈ വിനീതനായ ദായി നിങ്ങളോട് പറയുന്നു, അഭിമാനിക്കുക, അന്തസ്സോടെ ജീവിക്കുക, ഖുർആനിന്റെ തണലിൽ ജീവിക്കുക, ഈ വേദഗ്രന്ഥത്തെ നെഞ്ചത്തോടെ ഏറ്റുക. അല്ല പറഞ്ഞത് അതാണ്. അതെ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് മുഅ്മിനീങ്ങളെ ആശ്വാസമാണ്. അവസാനിപ്പിക്കുമ്പോൾ 2 പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. എന്താ അത്? ആ വാചകം ഇതാണ്. ഓരോരുത്തരോടും ഞാൻ പറയുന്നു, വിശുദ്ധ ഖുർആൻ ഇന്ന് രാവിലെ വായിച്ചവർ എത്ര പേരുണ്ട്? ഇന്ന് ഉച്ചക്ക് വായിച്ചവർ എത്ര പേരുണ്ട്? വൈകുന്നേരം വായിച്ചവർ എത്ര പേരുണ്ട്? വാട്സപ്പിൽ മെസ്സേജ് കണ്ടവർ, ഗ്രൂപ്പുകളിൽ നോക്കിയവർ, അതുപോലെ തന്റെ നേതാവ് മരിച്ചപ്പോ ഫുൾ ടൈം അവിടെ പോയി നിന്നവർ, എല്ലാമാകാം. പക്ഷേ നമ്മുടെ ഫോണിൽ ഒരു കൂട്ടുകാരന്റെ മെസ്സേജിന് ഇത്ര പ്രാധാന്യമെങ്കിൽ അള്ളാഹുവിന്റെ മെസ്സേജിന്, നമ്മെ സൃഷ്ടിച്ച റബ്ബിന്റെ മെസ്സേജിന്, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ മെസ്സേജിന്, നമുക്ക് തിരിച്ചു ചെല്ലാനും കണ്ടുമുട്ടാനുമുള്ള റബ്ബിന്റെ മെസ്സേജിന് നാം എന്തേ പ്രാധാന്യം കൊടുക്കാത്തത്? അതെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പരാതി, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ജനത ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് നാഥ ഈ ഗതികേട് അവർക്ക് വന്നത്. 25-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ ഒരു ഖുർആനിക വചനം കൂടി. അറബ് ജനതയ്ക്ക് പ്രമാണമുണ്ടായിരുന്നില്ല. ഗോത്ര നേതാക്കന്മാർ, ഗോത്രീയമായ ചിന്തകൾ, അവര് പറയുന്ന വിവരക്കേടുകൾ തൊണ്ടോടാതെ വിഴുങ്ങിയവർ, ഭാര്യമാരെ മർദ്ദിച്ചവർ, 10 സ്ത്രീയെ ഉപയോഗിച്ച് തന്റെ ആവശ്യം കഴിഞ്ഞ് പിരിച്ചുവിട്ടവർ, അവരൊക്കെ ജീവിക്കുന്ന ഒരു ലോകത്ത് അല്ലാഹു അവരോട് പറഞ്ഞു, വൈദാ ഖീല ലഹും തആലൗ, നിങ്ങൾ വരൂ. എങ്ങോട്ട് വരൂ? ഇലാമാ അൻസലല്ലാഹ്, ഇലാമാ അൻസലല്ലാഹ്, അല്ല ഇറക്കിയതിലേക്ക് വരൂ. വൈല റസൂലി, റസൂലിലേക്കും വരൂ. എന്നിട്ടോ അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ എന്ത് നീചത്തരം ചെയ്താലും ഞങ്ങൾക്കത് മതി എന്ന് പ്രഖ്യാപിച്ചവരോട്, കാലക്കീലകളുടെ പിന്നാലെ പോയവരോട്, അഖീദ ക്ലിയറാകാത്തവരോട്, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചവരോട്, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരോട് അല്ല പറഞ്ഞു, ഇതാ ഒരു ജീവിതമുണ്ട് കേട്ടോ, വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് കേട്ടോ. എല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ലോകമുണ്ട് കേട്ടോ. ബാപ്പാനെ വൃദ്ധസദനത്തിലാക്കണ്ട, ഉമ്മാനെ പീഡിപ്പിക്കേണ്ടതില്ല, മക്കളെ കൊല്ലേണ്ടതില്ല. നിങ്ങൾക്കൊക്കെ ജീവിതം നൽകിയ പടച്ചവൻ അവർക്കുള്ള ഉപജീവനവും ഈ ഭൂമുഖത്ത് സംജാതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്ത് ഹൂദിലെ 6-ാമത്തേതാണ്. എത്ര കുട്ടികൾ ഉണ്ടാവട്ടെ, പുതിയ മക്കൾ വരട്ടെ. സഹോദരങ്ങളെ, 11 കുഞ്ഞുങ്ങളുടെ സംരക്ഷണമുള്ള ഒരെളിയ പ്രബോധകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും സൗഭാഗ്യങ്ങളുടെ വാതിലുകൾ ഒന്നൊന്നായി തുറന്നു തരുന്ന പരമകാരുണികനായ റബ്ബ്, അതെ ആ റബ്ബ് നമ്മളോട് പറയുന്നു, കുല്ലം യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു വിധിച്ചതല്ലാതെ ഒന്നും നിങ്ങൾക്കിടയിൽ വരില്ല. അതുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ പിരിയുമ്പോൾ നാം ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനം എന്താണ്? എന്നെ ബാധിച്ചതെന്തും എന്നെ ബാധിക്കേണ്ടതാണെന്നും, എന്നെ വിട്ടൊഴിഞ്ഞു പോകേണ്ടതെന്നും എന്നെ വിട്ടൊഴിഞ്ഞു പോകേണ്ടതാണെന്നും വിശ്വസിക്കാത്ത കാലത്തോളം നിങ്ങൾ വിശ്വാസികളാവുകയില്ല. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ, സത്യവിശ്വാസിയും വിശ്വാസിനികളും സഹോദരങ്ങളാണ്, ഇഖ്വാനുകളാണ്, മുഅ്മിനീങ്ങളാണ്, സ്നേഹിക്കപ്പെടേണ്ടവരാണ്.
അസൂയ വെക്കേണ്ടവരല്ല, വെറുപ്പ് പ്രചരിപ്പിക്കേണ്ടവരല്ല, കുറ്റവാളിയാക്കേണ്ടവരല്ല, വേദനിപ്പിക്കേണ്ടവരല്ല. റഹമാഹു ബൈനഹും, റഹമാഹു ബൈനഹും. അത് നിലനിൽക്കട്ടെ എന്ന് കൃതജ്ഞത്തിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സമയം അനുവദിച്ചതിനും ഇതിലേക്ക് ക്ഷണിച്ചതിനും ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരാനും ഒരു മാസ വിശ്രമത്തിന് ശേഷം സംസാരിക്കാനും സൗഭാഗ്യം നൽകിയ, കരുത്തു നൽകിയ, ഓർമ്മശക്തി നൽകിയ, ചിന്താശകലം നൽകിയ, കിടന്ന കിടപ്പിൽ ഓർമ്മകളിലൂടെ വിഷയങ്ങളെ തള്ളിച്ചു തന്ന പരമകാരുണിക നാഥ, നിന്നെ സ്തുതിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന ഞങ്ങളാരും, ഇവിടെയുള്ള സംഘാടകരാരും എല്ലാം തികഞ്ഞവരല്ല. ഞങ്ങളുടെ നേതാക്കന്മാർ സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ഈ നേതൃത്വം പടച്ചവനെ അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ. അനുയായികൾ അവരോട് അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് പൊറുത്തു തരണമേ. ഈ നാട്ടിലെ ഒരൊറ്റ മനുഷ്യരെയും വിടാതെ ഞങ്ങൾ സന്ദർശിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ റൂട്ട്സിലൂടെ, ഞങ്ങളുടെ സെമിനാറുകളിലൂടെ, ഞങ്ങളുടെ ഹദീസ് സെമിനാറിലൂടെ, ഞങ്ങളുടെ ഖുർആൻ സമ്മേളനത്തിലൂടെ, ഞങ്ങളുടെ കോഴിക്കോട് കടപ്പുറം സമ്മേളനത്തിലൂടെ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർക്ക് ഈ ഖുർആനിന്റെ മെസ്സേജ്, ഈ വിമോചനത്തിന്റെ സന്ദേശം, ഈ മാനവികതയുടെ സന്ദേശം, ഈ ധാർമ്മികതയുടെ സന്ദേശം, ഈ മഹത്തായ ജീവിത സംവിധാനത്തിന്റെ സന്ദേശം ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പൊറുത്തു തരണമേ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് രൂപ ബാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണിത്. അത് ഈ സമൂഹത്തിൽ നിന്ന് ലഭിച്ച് അതെല്ലാം പൂർത്തിയായി സന്തോഷത്തോടെ പിരിയാൻ കോഴിക്കോട് സൗത്ത് യൂത്ത് കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടന്ന എല്ലാ പ്രഭാഷണങ്ങളും എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗങ്ങളെല്ലാം ഇവിടെ വിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ഒറ്റക്കിരുന്ന് കേട്ടാൽ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു പോയിരുന്നു എന്ന് മനസ്സിലാകും. ഇടക്കൊക്കെ പലരും ഒന്ന് അലസരായിപ്പോയി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആ അലസത്തിന്റെ മുടുപടങ്ങളിൽ നിന്ന് കർമ്മനൈരന്തരത്തിന്റെ ലോകത്തേക്ക് സടകുടഞ്ഞെഴുന്നേറ്റ് ആയുസ് ചുരുക്കമാണെന്നറിഞ്ഞ് എപ്പോൾ മരിക്കുമെന്നറിയില്ല എന്നതുകൊണ്ട് കിട്ടുന്ന സമയം മുഴുവനും ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും പ്രബോധനം കൊണ്ടും ഉജ്ജ്വലമാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു സന്തോഷത്തിന് വക നൽകട്ടെ. ലോകത്തിന്റെ പ്രകൃതിയുടെ സകലമാന അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അത് പരീക്ഷണമായി മാറുമ്പോൾ അതൊക്കെ പക്വതയോടുകൂടി നേരിടാൻ ഈ സമൂഹത്തിന് സാധ്യമാകുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകരാകാൻ അള്ളാഹു നമുക്ക് കഴിവ് നൽകുമാറാകട്ടെ. ലോകജനങ്ങൾക്ക് മാതൃകയാകുന്ന കുടുംബിനികളാകാൻ ഇവിടെയുള്ള സഹോദരിമാർക്ക് സാധിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാൻ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തുജ്ഇൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ.